ഇതിനായി നമുക്ക് ആദ്യമായി ഒരു വേർഡ് ഫയൽ ഓപ്പൺ ചെയ്യാം. അതിൽ ബ്ലാങ്ക് ഫയൽ സെലക്ട് ചെയ്യുക. പിന്നീട് നിങ്ങൾ പേജ് ലേഔട്ടിൽ പോയി പേജ് സൈസ് A4 എന്ന് കൊടുക്കുക. ഇനി ഒരു പക്ഷേ നിങ്ങൾ എടുത്തിരിക്കുന്ന ബ്ലാങ്ക് വേർഡ് ഫയലിന് മുകളിലായി റൂളർ ബാർ കാണുന്നില്ല എങ്കിൽ നിങ്ങൾ ഏറ്റവും മുകളിലേക്ക് കാണുന്ന വ്യൂ ബട്ടൺ അമർത്തി അതിൽ റൂളർ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ആദ്യമായി ഒരു ഹെഡിംഗ് കൊടുക്കാം. പൊതുവെ നമുക്ക് കാണാറുള്ളത് ബയോഡാറ്റ, റെസ്യൂം എന്നതിന് പകരമായി കരിക്കുലം വീറ്റെ എന്ന് കൊടുക്കുന്നതായിരിക്കും ഉചിതമാവുക. അതിനുശേഷം ഈ വേർഡ് മൊത്തമായി സെലക്ട് ചെയ്യുക. പിന്നീട് ഹോം പേജിൽ പോയി ടൈംസ് ന്യൂ റോമൻ എന്ന ഫോണ്ട് ടൈപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം സൈസ് 12 എത്തിക്കുക കൊടുക്കുക. പിന്നീട് നമ്മൾ 3 കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, നമുക്ക് ഇതിനെ മധ്യഭാഗത്തേക്ക് കൊണ്ടുവരണം, പേജിൻ്റെ മുകളിലായി മധ്യഭാഗത്തേക്ക്. അതിന് Ctrl+E അല്ലെങ്കിൽ സെൻറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഇത് ബോൾഡ് ആക്കുകയാണ്. B എന്ന ബട്ടണോ അല്ലെങ്കിൽ Ctrl+B എന്നോ ക്ലിക്ക് ചെയ്യുക. പിന്നീട് അണ്ടർലൈൻ കൊടുക്കണം. അതിന് അണ്ടർലൈൻ ബട്ടൺ അല്ലെങ്കിൽ Ctrl+U എന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഹെഡിങ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ആമുഖമായി വരുന്ന ഭാഗത്ത് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നോക്കാം. ആദ്യമായിട്ട് നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആമുഖമായി തുടങ്ങാം. നമ്മൾ ഹെഡിങ് ആയി കരിക്കുലം വെറ്റ ചെയ്തതിനു ശേഷം എൻ്റർ അമർത്തുക. അതിനുശേഷം ഹോം പേജിൽ അലൈൻമെൻറ്റ് ലെഫ്റ്റ് അഥവാ Ctrl+L പ്രസ് ചെയ്യുക. പിന്നീട് നമ്മുടെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ്, ഏത് ജോലിയിലാണോ നമ്മൾ അപേക്ഷിക്കുന്നത് ചെയ്യുക. ഇവിടെ നമുക്ക് അണ്ടർലൈൻ ഒഴിവാക്കാം. Ctrl+U എന്നോ അല്ലെങ്കിൽ അണ്ടർലൈൻ ബട്ടണോ പ്രസ് ചെയ്താൽ ഇത് ഒഴിവായി കിട്ടും. അടുത്തതായി നമുക്ക് ഒരു ഫോട്ടോ എങ്ങനെ ഈ വേർഡ് ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. അതിനായി നിങ്ങൾ ഇൻസേർട്ട് ബട്ടൺ അമർത്തിയതിനു ശേഷം ഷേപ്പിലേക്ക് പോകുക. അവിടെ റെക്റ്റാങ്കുലർ ക്ലിക്ക് ചെയ്തതിനു ശേഷം അത് ഇവിടെ ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം ഈ റെക്റ്റാങ്കുലർ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിൽ ഇതിൻ്റെ ബോക്സ് ഫോർമാറ്റ് കാണാൻ കഴിയും. അതിൽ കളർ ഫില്ലിംഗ് ഇല്ലാത്ത ഔട്ടർ ലൈൻ മാത്രമുള്ള ബോക്സ് സെലക്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു റെക്റ്റാങ്കുലർ നിങ്ങൾക്ക് ലഭിക്കും. അതിനുശേഷം ഇത് മിനിമൈസ് ചെയ്ത് വയ്ക്കുക. പിന്നീട് നമ്മുടെ ഫോട്ടോ എവിടെയാണോ ഉള്ളത് അത് കോപ്പി ചെയ്യുക. ഈ റെക്റ്റാങ്കുലറിൻ്റെ ബോർഡറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് കാണാം. ഇതിൽ ആഡ് ടെക്സ്റ്റ് എന്ന് പറയുക. അതിനുശേഷം നമ്മൾ കോപ്പി ചെയ്തിരിക്കുന്ന ഫോട്ടോ ഇവിടെ പേസ്റ്റ് ചെയ്യുക. പിന്നീട് നമ്മൾ കോപ്പി ചെയ്തിരിക്കുന്ന ഫോട്ടോയും ആവശ്യാനുസരണം ചെറുതാക്കുകയും വലുതാക്കുകയും ചെയ്യാം. കൂടാതെ നമ്മുടെ ഈ റെക്റ്റാങ്കുലർ ഷേപ്പും നമുക്ക് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാം. പിന്നീട് ഇതിനെ നമുക്ക് ഇതിൻ്റെ എവിടെ വേണമെങ്കിലും പേസ്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അടുത്തതായി നമ്മൾ കൊടുക്കാൻ പോകുന്നത് പേഴ്സണൽ ഇൻഫർമേഷനാണ്. അതിനായി നിങ്ങൾ ഇൻസേർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടേബിൾ സെലക്ട് ചെയ്യുക. അതിൽ ഫസ്റ്റ് ആദ്യം കാണുന്ന 1 by 1 ടേബിൾ സെലക്ട് ചെയ്യുക. ഇതിൽ ബോക്സിൽ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ എന്ന ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം ഈ പേഴ്സണൽ ഇൻഫർമേഷന് ചുവടെയായി
നിങ്ങളുടെ വ്യക്തിവിവരങ്ങൾ ഓരോന്നായി ടൈപ്പ് ചെയ്യുക. അതിൽ പ്രധാനം ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് പ്ലേസ്, നാഷണാലിറ്റി, ഏജ്, റിലീജിയൻ, പാസ്പോർട്ട് നമ്പർ, പാസ്പോർട്ട് ഇഷ്യൂ പ്ലേസ്, പാസ്പോർട്ട് ഇഷ്യൂ ഡേറ്റ് ആൻഡ് എക്സ്പയറി ഡേറ്റ്, പിന്നെ മെരിറ്റൽ സ്റ്റാറ്റസ്, ലാംഗ്വേജ് നോൺ, ഡ്രൈവിംഗ് ലൈസൻസ്. ഇത് ഒരു ഭംഗിക്ക് വേണ്ടി നമുക്ക് ഇതിൻ്റെ മുൻപിൽ കർസർ അമർത്തി ടാബ് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് സ്പേസിങ് ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം വീണ്ടും നമ്മുടെ ഇൻസേർട്ട് ബട്ടണിൽ പോയി ടേബിൾ 1 by 1 ടേബിൾ സെലക്ട് ചെയ്തതിനു ശേഷം അടുത്ത ഘട്ടമായ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ചേർക്കുക. ഇതിനു ചുവടെയായി നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ ഓരോന്നായി ടൈപ്പ് ചെയ്ത് ചേർക്കുക. SSLC, +2 or vocational higher secondary, Bachelor of Technology or any other degree, PG ഉണ്ടെങ്കിൽ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തുക. അതിനുശേഷം വീണ്ടും ഇൻസേർട്ട് ബട്ടണിൽ പോയി ടേബിൾ 1 by 1 ടേബിൾ സെലക്ട് ചെയ്തതിനു ശേഷം അടുത്ത സബ് ഹെഡിംഗ് ആയ പ്രൊഫഷണൽ ട്രെയിനിങ്, ഇനി നമ്മുടെ ബയോഡാറ്റയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ടോട്ടൽ പ്രൊഫഷണൽ എക്സ്പീരിയൻസ്, നമ്മൾ ഏതൊക്കെ കമ്പനിയിൽ ജോലി ചെയ്തെന്നും എന്തൊക്കെ അറിവുകൾ അവിടെ നിന്ന് നമ്മൾ സ്വായത്തമാക്കി എന്നുള്ളതും ഇവിടെ 1 by 1 ആയിട്ട് എങ്ങനെ രേഖപ്പെടുത്തുന്നു എന്ന് നോക്കാം. അതിനുശേഷം നമ്മൾ ജോലി ചെയ്തിരിക്കുന്ന കമ്പനിയുടെ വ്യക്തമായ ഡീറ്റെയിൽസ് മുഴുവനായി ഇതിൽ രേഖപ്പെടുത്തുക. ആദ്യമായി നമ്മൾ ചെയ്തിരിക്കുന്ന ഡ്യൂറേഷൻ, ഏത് വർഷം മുതൽ ഏത് വർഷം വരെ, പിന്നീട് നമ്മുടെ കമ്പനിയുടെ പേര്, പിന്നീട് ആ കമ്പനിയിൽ നമ്മുടെ ഡെസിഗ്നേഷൻ എന്തായിരുന്നു, പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ്, നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന ജോലികൾ എന്തൊക്കെയായിരുന്നു, അത് ഓരോന്നായിട്ട് നമുക്ക് ഇവിടെ രേഖപ്പെടുത്താം. ഇനി ഒരു പക്ഷേ നിങ്ങളൊരു ഫ്രഷ് ഗ്രാജുവേറ്റ് ഹോൾഡറാണെന്നിരിക്കെ നിങ്ങൾക്ക് മുൻപരിചയമൊന്നുമില്ല തൊഴിലിൽ എങ്കിൽ പ്രൊഫഷണൽ എക്സ്പീരിയൻസിന് പകരമായി ബേസിക് നോളജ് ഒബ്റ്റെയിൻഡ് ഡ്യൂറിങ് ട്രെയിനിങ് പീരീഡ് എന്ന് ആക്കി മാറ്റുക. അതിന് ചുവടെ നിങ്ങൾ അപേക്ഷിക്കുന്ന തൊഴിലിന് ബേസിക്കായി ഉണ്ടായിരിക്കേണ്ട നോളജ് എന്തൊക്കെയാണോ എന്നുള്ളത് മനസ്സിലാക്കി ഓരോന്നും ഇവിടെ രേഖപ്പെടുത്തിയാൽ ഇന്റർവ്യൂവറിന് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ കഴിയും. ഇനി നമ്മുടെ ബയോഡാറ്റയുടെ ഏറ്റവും അവസാന ഭാഗമായ ഡിക്ലറേഷൻ. മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അറിവോടെയാണെന്നും സത്യമാണെന്നുമുള്ള ഡിക്ലറേഷനാണിത്. അതിനുശേഷം നിങ്ങളുടെ പേര്, വേണമെങ്കിൽ മൊബൈൽ നമ്പർ കൂടി ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് അവസാന മിനുക്കുപണിയായ നമ്മുടെ ബയോഡാറ്റയുടെ ബോർഡറും അതേപോലെ തന്നെ പേജ് നമ്പറും എങ്ങനെ സെറ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. അതിനായി ഡിസൈൻ പേജിൽ പേജ് ബോർഡറിൽ ബോക്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം OK ബട്ടൺ അമർത്തുക. നോക്കൂ, മനോഹരമായ ബോർഡർ നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ ഇൻസേർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഹെഡർ ആൻഡ് ഫൂട്ടർ കാണാം. ഫൂട്ടർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട ഫോർമാറ്റ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഞാൻ ഈ ഫോർമാറ്റ് സെലക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാം അടിയിലായി പേജ് നമ്പർ വന്നിരിക്കുന്നത് കാണാം. പേജ് നമ്പർ 1, പേജ് നമ്പർ 2. താങ്ക് യു ഫോർ വാച്ചിങ് V1 മീഡിയ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. താങ്ക് യു.